ഇന്ന് രാവിലെ തന്നെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. ഇതാ മുട്ടയെല്ലാം അടിച്ചിട്ടില്ലേ, ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കണം. അപ്പോൾ വിനോദേട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് ഉണ്ണാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് പയറുപ്പേരി ആക്കിയിട്ട് മുട്ടയാക്കിയിട്ട് ഒരു ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് നോക്കലാന്ന്. ചോറെല്ലാം വറുത്തു. അപ്പോൾ പയറെല്ലാം മുറിച്ചെടുത്തത് കടുവും കറിവേപ്പിലെല്ലാം വറുത്തിട്ട് അതിലേക്ക് ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് വേവിക്കാൻ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് പകുതിയാകുമ്പോൾ വന്നിട്ട് അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കുരുമുളക് പൊടിയെല്ലാം ഇട്ടെടുക്കൽ. അപ്പോൾ മുട്ടയിൽ 2 മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഉള്ളി പച്ചമുളകെല്ലാം ഇട്ടിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ നൂൽപുട്ടും കടലക്കറിയും ആയിട്ടുണ്ട്. എല്ലാവരും കഴിച്ചു. മക്കൾക്ക് കൊണ്ടുപോകാനും അത് കൊടുത്തു. കടലക്കറി വറുത്തരച്ചിട്ടെല്ലാം വെച്ച് വീഡിയോയിൽ ഞാൻ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. നൂൽപുട്ടും കടലക്കറിയെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ. അപ്പോൾ ഒരു ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് ചുവന്ന മുളക് വാട്ടിയിട്ട് അതും കൂടി എടുത്ത് അതിൽ കുറച്ച് ചുവന്ന മുളക് കുറവായതുകൊണ്ട് കുറച്ച് എരിയാൻ വേണ്ടിയിട്ട് ചുവന്ന മുളക് പൊടി ഇട്ടിട്ട് അരച്ചെടുത്തു. അപ്പോഴത്തേക്കും ഇലയെല്ലാം വിനോദമായിട്ട് വാട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പുറത്തുനിന്ന് ഓരോന്ന് റെഡിയാക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ റെഡിയാക്കി വെച്ച ആ മുട്ടയും കൂടി ഒന്നതിൽ ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് ഓംപ്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാട്ടിയ ഇലയിൽ ചോറും ഉണ്ടച്ചമ്മന്തിയും കുറച്ച് മാങ്ങ അച്ചാറും പിന്നെ ഇതാ പയറുപ്പേരിയും പിന്നെ നമ്മളെ രാവിലത്തെ കടലക്കറിയും കുറച്ച് ഒഴിച്ച് കൊടുത്തോട്ടെ. വറുത്തരച്ച കടലക്കറിയില്ല, നല്ല ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മുട്ട ഈ ഇലയിൽ വെച്ചാൽ ഈ ചോറ് തന്നെ വെച്ച ഒരു ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും ആ ചോറിന്. അതുകൊണ്ട് വേറെ തന്നെ ഇലയിൽ പൊതിഞ്ഞിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കലാന്നേ. അപ്പോൾ ഇത് അടിപൊളി പൊതിച്ചോറിയുടെ സൂപ്പറായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കിട്ടുന്നുണ്ട് വിനോദമായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നാളെ നല്ല വിശേഷമായിട്ട് കാണാം. ബൈ.